ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിലെ വൊക്കാബുലറി പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്കറിയാം, എത്ര പഠിച്ചാലും നമുക്കൊരു ടെൻഷനാണ്. അതിൻ്റെ വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ ഒരു ഡൗട്ടാണ്. അപ്പോൾ അധിക ക്വസ്റ്റ്യൻസ് ഇപ്പോഴെന്നല്ല, അധികം വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയലിനോ അല്ലെങ്കിൽ ആ ഹിന്ദു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ SSCയുടെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനൊക്കെ ഇപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് ട്രഡീഷണലി പഠിച്ചു വരുന്ന കൃത്യമായിട്ടുള്ള വാക്കുകൾ ഉറപ്പായിട്ട് പഠിക്കണം. അതിൻ്റെ കൂടെ നമുക്കറിയാത്ത അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള SSC, RRB പോലുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത് നമ്മൾ തപ്പിയെടുത്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ഓർത്തു വെക്കാൻ പറ്റില്ല. അതാണ് ഇതിന് ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ ഏറ്റവും പ്രശ്നം. നമ്മൾ എത്രയും പഠിക്കാൻ റെഡിയാണ്, പക്ഷേ ഈ പഠിച്ചതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർത്തു വെക്കാനുള്ള ഒരു പ്രശ്നം എല്ലായ്പ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെന്തൊക്കെ ഇതുപോലെ കാണുന്ന എന്തൊക്കെ പിക്ചറൊക്കെ ആക്കിയിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും, അത് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മിക്കതും അറിയാത്ത വേർഡ്സ് ആയിരിക്കും. ഇത് SSC പരീക്ഷകളൊക്കെ നോക്കുന്നത്, പക്ഷേ SSC ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇത് കേട്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പിക്ചറൊക്കെ വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു 10-30 ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ഇന്ന് പഠിക്കാം. ഇത് നിങ്ങൾ മറക്കേയില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്തരത്തിലുള്ള പിക്ചർ വെച്ചുള്ള വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ നിങ്ങൾ വീഡിയോ കണ്ട ശേഷം തീരുമാനിച്ചിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഇംഗ്ലീഷ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എ ക്വിക്ക് ബക്ക് ആണ്. എന്താണ് എ ക്വിക്ക് ബക്ക്? എ ക്വിക്ക് ബക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഇംഗ്ലീഷ് എക്സ്പ്രഷൻ? ഇപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ PSC LDC എക്സാമിനൊക്കെ ഒരു പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ എ ക്വിക്ക് ബക്ക് എന്നൊക്കെ കണ്ടാൽ നമുക്ക് എന്തായാലും ഇതിന്റെ മീനിങ് ഈ പിക്ചർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ആൻ ഈസി വേ ടു മേക്ക് മണിയാണ്. ആൻ ഈസി വേ ടു മേക്ക് മണി. ഓക്കെ, ആൻഡ് ഈസി വേ ടു മേക്ക് മണിയാണ് എന്ത് പറയുന്നത്? എ ക്വിക്ക് ബക്ക് എന്ന് പറഞ്ഞാൽ. ക്വിക്ക് ബക്ക് എന്ന് വെച്ചാൽ നോട്ടിൽ എഴുതി വെക്കുക. എ ക്വിക്ക് ബക്ക് എന്ന് വെച്ചാൽ ആൻഡ് ഈസി വേ ടു മേക്ക് മണി. ഇത് SSC ചോദിച്ചത് CHSലാണോ എനിക്ക് സംശയമുണ്ട്. ആൻഡ് ഈസി വേ ടു മേക്ക് മണി. ഓക്കെ, ആൻഡ് ഈസി വേ ടു മേക്ക് മണി. ഒരാൾ കുറേ പൈസയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. അതോ ഇപ്പോഴത്തെ കാലത്ത് ചില ആൾ പറയല്ലേ, യൂട്യൂബ് ഈസ് എ ക്വിക്ക് ബക്ക് ഫോർ മീ. യൂട്യൂബ് ഈസ് എ ക്വിക്ക് ബക്ക് ഫോർ മീ എന്ന് വെച്ചാൽ ഈസി വേ. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഈസി വേ ടു മേക്ക് മണിയാണ് അല്ലേ. PSC പഠിപ്പിക്കുന്ന ആൾക്കാരൊന്നുമല്ല, അവർക്കൊന്നും വലിയ കാര്യമായിട്ടില്ല. പക്ഷേ മറ്റ് ചാനലിൽ വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ പറയാറുണ്ട് യൂട്യൂബ് ഈസ് എ ക്വിക്ക് ബക്ക് ഫോർ മീ എന്ന് വെച്ചാൽ യൂട്യൂബ് ഈസ് എ ഈസി വേ ടു മേക്ക് മണി. ഓക്കെ, യൂട്യൂബ് ഈസ് എ ഈസി വേ ടു മേക്ക് മണി. അതാണ് ഇവരുടെ ആൾക്കാർ ഇതൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടല്ലോ ഇയാൾ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വിക്ക് ബക്ക് എന്ന് വെച്ചാൽ എന്താണ്? ആൻ ഈസി വേ ടു മേക്ക് മണി. ഇത് ഓർത്തിരിക്കുക. ക്വിക്ക് ബക്ക് എന്ന് വെച്ചാൽ ആൻ ഈസി വേ ടു മേക്ക് മണി. അപ്പോൾ അടുത്തൊരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. അടുത്ത എക്സ്പ്രഷൻ കീപ്പ് ആൻ ഇയർ ടു ദ ഗ്രൗണ്ട് ആണ്. ഒരുത്തൻ ഒളിഞ്ഞിരുന്ന് താഴേക്ക് നോക്കുന്നുണ്ടല്ലേ, താഴേക്ക് ചെവി വെച്ച് കേൾക്കുന്ന എന്താണ് സൗണ്ട് ഒക്കെ വരുന്നുണ്ട് നോക്കണം. അപ്പോൾ കീപ്പ് ആൻ ഇയർ ടു ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കീപ്പ് ആൻ ഇയർ ടു ദ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് ഇയാളല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്? ടു ലിസൺ ഫോർ ന്യൂ ഇൻഫർമേഷൻ. ഓക്കെ, ടു ലിസൺ ഫോർ ന്യൂ ഇൻഫർമേഷൻ, പുതിയ അറിവിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഇത് പറയുന്നത്. കീപ്പ് ആൻ ഇയർ ടു ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടു ലിസൺ ഫോർ ന്യൂ ഇൻഫർമേഷൻ, പുതിയ അറിവിന് വേണ്ടി ശ്രദ്ധിക്കുന്നതാണ് എന്താണ് പറയുന്നത്. ഇത് ഇങ്ങനെ പറയുന്നത്. ഈ പിക്ചറൊക്കെ ഓർത്തു പോകുക. കീപ്പ് ആൻ ഇയർ ടു ദ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ശ്രദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് നോക്കുന്നത്. ആ വേർഡിൽ തന്നെ അതുണ്ട്. കീപ്പ് ആൻ ഇയർ ടു ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെവി വെച്ചിട്ട് എന്തോ ശ്രദ്ധിക്കണം. എന്താണ്? ടു ലിസൺ ഫോർ ന്യൂ ഇൻഫർമേഷൻ ആണ്. ടു ലിസൺ ഫോർ ന്യൂ ഇൻഫർമേഷൻ നമ്മളിങ്ങനെ പറയാറുണ്ട്. അതിൻ്റെ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഐ വിൽ കീപ്പ് ആൻ ഇയർ. ഒരു സെന്റൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഐ വിൽ കീപ്പ് an ear to the ground. I will keep an ear to the ground for PSC updates. അതായത് ഞാൻ PSC അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർ എനി PSC അപ്ഡേറ്റ്സ് ഐ വിൽ കീപ്പ് ആൻ ഇയർ ടു ദ ഗ്രൗണ്ട് ഫോർ എനി PSC അപ്ഡേറ്റ്സിന് വേണ്ടി ഞാൻ ചെവി ഇങ്ങനെ കൂർത്തിരിക്കും. അല്ലെങ്കിൽ ടു ലിസൺ ഫോർ ന്യൂ ഇൻഫർമേഷൻ. ഓക്കെ, ചെവി കൂർപ്പിച്ചിരിക്കുക എന്ന് പറയുന്നത് ചെവി കൂർപ്പിച്ചിരിക്കല്ല, കീപ്പ് ആൻ ഇയർ ടു ദ ഗ്രൗണ്ട്. അപ്പോൾ കീപ്പ് ആൻ ഇയർ ടു ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചെവി ഗ്രൗണ്ടിനോട് ചേർത്തിരിക്കുക എന്നാണ് പറയുന്നത്. അത് ടു ലിസൺ ഫോർ ന്യൂ ഇൻഫർമേഷൻ. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചല്ലോ. നമുക്ക് അടുത്തേക്ക് നോക്കാം. അപ്പോൾ അടുത്ത എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റ്സ് സെറ്റ് ഓൺ ആണ്. ഓക്കെ, സൈറ്റ്സ് സെറ്റ് ഓൺ അല്ലെങ്കിൽ സെറ്റ് സൈറ്റ്സ് ഓൺ, രണ്ടും നമുക്ക് പറയാം. രണ്ടും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. സൈറ്റ്സ് സെറ്റ് ഓൺ അല്ലെങ്കിൽ സെറ്റ് സൈറ്റ്സ് ഓൺ. ഓക്കെ, സൈറ്റ്സ് സെറ്റ് ഓൺ അല്ലെങ്കിൽ സെറ്റ് സൈറ്റ്സ് ഓൺ എന്നാണ്. അതിന്റെ അർത്ഥം വെച്ചാൽ ടു മേക്ക് എനി ഗോൾ എന്നാണ്. അല്ലെങ്കിൽ ടു ഡിസയർ സംതിങ് അല്ലെങ്കിൽ ടു ഡിസയർ സംതിങ്. ഒന്നിക്കൽ അർത്ഥം ടു ഡിസയർ സംതിങ് അല്ലെങ്കിൽ ടു മേക്ക് എ ഗോൾ അല്ലെങ്കിൽ ടു ഡ്രീം എ ഗോൾ. അതൊക്കെ പറയും. ടു മേക്ക് എ ഗോൾ അല്ലെങ്കിൽ ടു ഡ്രീം എ ഗോൾ, ടു ഡിസയർ സംതിങ്. അതൊക്കെ ഒന്നിനു വേണ്ടി ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതാണെന്ന് പറയുന്നത് സൈറ്റ്സ് സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സൈറ്റ് സെറ്റ്. ഇവിടെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ബുക്കൊക്കെ വെച്ച് കയറി പോകുന്ന കണ്ടില്ല. അതാണ് പറയുന്നത് സൈറ്റ്സ് സെറ്റ് ഓൺ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സെറ്റ് സൈറ്റ്സ് ഓൺ എന്ന് വെച്ചാൽ ടു ഡിസയർ സംതിങ്. ഓക്കെ, ടു ഡിസയർ സംതിങ് അല്ലെങ്കിൽ ടു മേക്ക് എ ഗോൾ. ഓക്കെ, ടു മേക്ക് എ ഗോൾ അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിന് പറയുമ്പോൾ എന്താണ്? ഐ ഹാവ് മൈ സൈറ്റ്സ് സെറ്റ് ഓൺ
ഐ ഹാവ് മൈ സെറ്റ് ഓൺ ടു പാസ് ദിസ് LDC എക്സാം എന്നല്ലേ. നമ്മുടെ LDC എക്സാം പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൈറ്റ്സ് സെറ്റ് ഓൺ എന്ന് പറഞ്ഞാലും സെറ്റ് സൈറ്റ്സ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഡിസയർ സംതിങ് ആണ്. ടു ഡിസയർ സംതിങ് ഓർ എന്ന് വെച്ചാൽ ടു മേക്ക് എ ഗോൾ. ടു ഡിസയർ സംതിങ് ആണ്, അല്ലെങ്കിൽ എന്താണ്? ടു മേക്ക് എ ഗോൾ ആണ്. ഓക്കെ, അപ്പോൾ 3 പഠിച്ചു. 4ാമത്തെ നോക്കാം. അടുത്ത എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയുന്ന ഒരു എക്സ്പ്രഷൻ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താണ്? ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ഓക്കെ, എരുതിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയാം അല്ലേ. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് നമ്മൾ പണ്ട് വോഡാഫോൺ പരസ്യത്തിലെ ആ പുള്ളി എന്താ കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറയുമ്പോൾ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുക, അതല്ലേ അർത്ഥം? എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താ ചെയ്യുക? ടു വേഴ്സൺ ദ സിറ്റുവേഷൻ എന്നാണ് പറയുക. ടു വേഴ്സൺ ദ സിറ്റുവേഷൻ. ടു വേഴ്സൺ ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായ ആ സിറ്റുവേഷനെ മോശമാക്കുക. ടു വേഴ്സൺ ദ സിറ്റുവേഷൻ ആണെന്ന് പറയുന്നത് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുക. ഏതെങ്കിലും 2 ആൾക്കാർ അടി കൂടുമ്പോൾ അതിനിടയിൽ പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് എന്താണ് ആ സിറ്റുവേഷൻ വളരെ മോശമാക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ഐ ടോൾഡ് ടു മൈ ഫ്രണ്ട് ഡോണ്ട് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ അല്ലേ. എന്താണ് സിറ്റുവേഷൻ വേസ്റ്റ് ആക്കരുത് എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. ഐ റിക്വസ്റ്റ് മൈ ഫ്രണ്ട് ഡോണ്ട് ആഡ് ഫ്യൂൽ ടു ദ ഫയർ. ഓക്കെ, എരുതിയിലേക്ക് എണ്ണ ഒഴിക്കരുത്, സിറ്റുവേഷൻ വേസ്റ്റ് ആക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിച്ചു എന്നൊക്കെയാണ് നമ്മുടെ ഇതിൽ വരിക. ഓക്കെ, അടുത്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഇത് ബോൺ ടു പിക്ക്. ബോൺ ടു പിക്ക് എന്ന് പറഞ്ഞാൽ ബോൺ ടു പിക്ക്. ഈ ബോൺ എന്ന് കാണുന്ന അധികം എന്താണെന്ന് വെച്ചാൽ ഈ എന്തെങ്കിലുമൊക്കെ വഴക്കുമായി ബന്ധപ്പെട്ടായിരിക്കുമോ. അപ്പോൾ ഈ ബോണുമായിട്ട് ബന്ധപ്പെട്ട 1-2 ഇഡിയംസ് വേറെ നമുക്ക് പഠിക്കാം. ഇത് ബോൺ ടു പിക്ക് ആണ്. ബോൺ ടു പിക്ക് എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഉണ്ട്. ഐ ഹാവ് ഗോട്ട് എ ബോൺ ടു പിക്ക് വിത്ത് യു. ഐ ഹാവ് ഗോട്ട് എ ബോൺ ടു പിക്ക് വിത്ത്. അതായത് ടു ബി ആംഗ്രി. എന്താണ്? ടു ബി ആംഗ്രി അബൌട്ട് സംതിങ്. ടു ബി ആംഗ്രി അബൌട്ട് സംതിങ്. ടു ബി ആൻഡ് വാണ്ട് ടു discuss about it. Okay, ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, and want to discuss about it. To be angry about something. അപ്പോൾ want to pick എന്ന് പറഞ്ഞാൽ to be angry about something and want to discuss about. എന്താണ്? ഒരു കാര്യത്തുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അതിനൊക്കെ ഡിസ്കസ് ചെയ്യണം. അതിനാണ് നമ്മൾ പറയുന്നത് എന്താണ്? ബോണ്ട് ടു പിക്ക് എന്നത്. ഇവിടെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് ഗോട്ട് എ ബോണ്ട് ടു പിക്ക് വിത്ത് യു. ഓക്കെ, എനിക്കൊരു കാര്യം നിങ്ങളോട് ദേഷ്യമുണ്ട്, അത് നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് ശരിയാക്കാനുണ്ട്. ഐ ഹാവ് ഗോട്ട് എ ബോണ്ട് ടു പിക്ക് വിത്ത് യു. ഓക്കെ, ഐ ഹാവ് ഗോട്ട് എ ബോണ്ട് ടു പിക്ക്. അപ്പോൾ ബോണ്ട് ടു പിക്കിന്റെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷന്റെ അർത്ഥം എന്ന് വെച്ചാൽ ടു ബി ആംഗ്രി അബൌട്ട് സംതിങ് ആൻഡ് ടു വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അതാണ് ബോണ്ട് ടു പിക്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു എക്സ്പ്രഷൻ ആണെന്ത്? ഹാങ്ങിങ് ദെയർ എന്ന് പറയുന്നത്. ഹാങ്ങിങ് ദെയർ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ PSC പഠിക്കുന്ന ആൾക്കാരുടെയൊക്കെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ് ഹാങ്ങിങ് ദെയർ എന്ന് പറയുന്നത്. എന്താണ് ഹാങ്ങിങ് ദെയർ എന്ന് വെച്ചാൽ ടു നോട്ട് ഗിവ് അപ്പ്. ഓക്കെ, ടു നോട്ട് ഗിവ് അപ്പ്. ടു നോട്ട് ഗിവ് അപ്പ് അതാണ് എന്ത് പറയുന്നത്? ഹാങ്ങിങ് ദെയർ. വിട്ടുകൊടുക്കൂല അല്ലെ. നമുക്കറിയാം വി നോ ദ സിറ്റുവേഷൻ ഈസ് വേഴ്സ്റ്റ്. സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആണെന്ന് നമുക്കറിയാം. ബട്ട് we are not ready to give up. Okay, we are not ready to give up. We will hanging there. ഞങ്ങൾ നമ്മളിവിടെ തൂങ്ങി പിടിച്ചിരിക്കുന്നത് കാണുന്നില്ലേ? ഈ ഒരു വള്ളിയിൽ ഈ ഒരു വള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പം പലരുടെയും എന്താണ് LDC എക്സാം ആണ് അല്ലേ. പലരുടെയും LDC എക്സാം ആണ്. അപ്പോൾ ഓഗസ്റ്റ് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം കഴിയുമ്പോൾ ഈ പിടുത്തം ഇവിടെ തന്നെ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ചുരുട്ടി പിടിക്കാൻ പറ്റണമെങ്കിൽ നമ്മളിപ്പോൾ ഇതൊക്കെ പഠിച്ചേ പറ്റൂ. ഹാങ്ങിങ് ദെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ടു നോട്ട് ഗിവ് അപ്പ് ആണ്. ടു നോട്ട് ഗിവ് അപ്പ്. നമുക്കല്ല നമ്മുടെ എല്ലാ ഇപ്പോൾ LDC നോക്കുന്ന പലരുടെയും സിറ്റുവേഷൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ പേടിച്ച് വരണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്? ഹാങ്ങിങ് ദെയർ ആണ് അല്ലെ, തൂങ്ങി പിടിച്ചിരിക്കണം. ഹാങ്ങിങ് ദെയർ ടു നോട്ട് ഗിവ് അപ്പ്. അതിന്റെ അർത്ഥം പറഞ്ഞാൽ ടു നോട്ട് ഗിവ് അപ്പ്. അപ്പോൾ ഹാങ്ങിങ് ദെയർ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക നമ്മുടെ അവസ്ഥയാണ് തൂങ്ങി പിടിച്ചിരിക്കുന്നുണ്ട്. ഹാങ്ങിങ് ദെയർ എന്ന് വെച്ചാൽ ടു നോട്ട് ഗിവ് അപ്പ്, വിട്ടു കൊടുക്കൂല എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഈ ഹാങ്ങിങ് ദെയർ ഒക്കെ ചിലപ്പോൾ എക്സാം ഹാളിൽ കാണുമ്പോൾ നമുക്ക് എന്താണ് വല്ല തൂക്കിയിട്ടതായിട്ടോ അല്ലെങ്കിൽ തൂങ്ങിച്ചത്തായിട്ടോ ഒക്കെ തോന്നിപ്പോവും. നമുക്കിതൊന്നും ചിലപ്പോൾ ഓർമ്മ കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പിക്ചറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തി പഠിക്കാൻ പറ്റിയാൽ യു വിൽ ബി നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഹാങ്ങിങ് ദെയർ എന്ന് വെച്ചാൽ ടു നോട്ട് ഗിവ് അപ്പ്. ഓക്കെ, ഞാൻ എഴുതിയാൽ ടു നോട്ട് ഗിവ് അപ്പ്. ഓക്കെ, ടു നോട്ട് ഗിവ് അപ്പ് അത് ഓർത്ത് വെക്കാം. അടുത്ത് നോക്കാം. അപ്പോൾ അടുത്ത എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഡൗൺ ഫോർ ദ കൗണ്ട് ആണ്. ഡൗൺ ഫോർ ദ കൗണ്ട് ഇതും LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ കുറച്ച് ആൾക്കാരെ കുറിച്ചുള്ളതാണ്. നിങ്ങളെ കുറിച്ചല്ല, ഈ പഠിക്കുന്നവരെ കുറിച്ചല്ല. പക്ഷേ എന്താണ് ഡൗൺ ഫോർ ദ കൗണ്ടിന്റെ അർത്ഥം വെച്ചാൽ ടു ഗിവ് അപ്പ് ആണ്. ടു ഗിവ് അപ്പ്. ഈ പിക്ചർ നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ മതി. ടു ഗിവ് അപ്പ്. പുള്ളി അത് ഓൾറെഡി തളർന്ന് ഒരു ബോക്സിംഗ് ആണെന്ന് തോന്നുന്നു. കയ്യിൽ ബോക്സിംഗ് ഒക്കെ ഉണ്ട്, ഇറങ്ങിയതൊക്കെ ഉണ്ട്. അപ്പം ബോക്സിംഗ് ആണെന്ന് തോന്നുന്നു. പുള്ളി തളർന്നു പോയി. ടു ഡൗൺ ഫോർ ദ കൗണ്ട്. അപ്പോൾ ടു ഗിവ് അപ്പ് പുള്ളി അത് ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഓക്കെ, ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഐ എം ഡൗൺ ഫോർ ദ കൗണ്ട്. ഐ എം ഡൗൺ ഫോർ ദ കൗണ്ട്. ഐ ആം അതിൻ്റെ ഒരു സെന്റൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഐ ആം ഡൗൺ ഫോർ ദ കൗണ്ട്. ഓക്കെ, ഐ ആം ഡൗൺ ഫോർ ദ കൗണ്ട് ഫോർ ദിസ് LDC എക്സാം. അപ്പോൾ ചില ആൾ പറയും ഞാൻ ഈ LDC എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? തോറ്റു കഴിഞ്ഞു. ഓക്കെ, അതാണ് പറയുന്നത്. ഡൗൺ ഫോർ ദ കൗണ്ട് എന്ന് വെച്ചാൽ ടു ഗിവ് അപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ടു ഗിവ് അപ്പ്. ഡൗൺ ഫോർ ദ കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ടു ഗിവ് അപ്പ്, വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ മതിയാക്കുക അല്ലെങ്കിൽ തോറ്റു പോവുക, താഴെ വീഴുക എന്നൊക്കെ അർത്ഥത്തിലാണ് എന്ത്? ഓർ നോട്ട് ഏബിൾ ടു കീപ് ഗോയിങ്, മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. ഓർ നോട്ട് ഏബിൾ ടു കീപ് ഗോയിങ്. അപ്പോൾ ഈ ചില ആൾക്കാർ നോട്ട് ഏബിൾ ടു
കീപ് ഗോയിങ്. ഡൗൺ ഫോർ ദ കൗണ്ട് എന്ന് പറഞ്ഞാൽ ടു ഗിവ് അപ്പ് ഓർ നോട്ട് ഏബിൾ ടു കീപ് ഗോയിങ്. അപ്പോൾ ചില ആൾക്കാർ വളരെ ആത്മവിശ്വാസത്തോടെ തുടങ്ങിയിട്ട് ഈ സിലബസ് ഒക്കെ പെട്ടെന്ന് എന്താണ് എഴുതി പഠിച്ചു തുടങ്ങി ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ടോ ചില എന്ത് ചെയ്യും ഡൗൺ ഫോർ ദ കൗണ്ട് ആവും അല്ലേ, ഡൗൺ ഫോർ ദ കൗണ്ട് ആവും. പക്ഷേ നിങ്ങൾ ആരും ഡൗൺ ഫോർ ദ കൗണ്ട് ഒന്നും ആവരുത്. എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത് ചെയ്യുക, ഹാങ്ങിങ് ദർ, അതേ പറയാനുള്ളൂ, ഹാങ്ങിങ് ദർ ചെയ്യുക, തൂങ്ങിപ്പിടിച്ച് അവിടെ കിടക്കുക. ഓക്കെ, ഈ പുള്ളി നിങ്ങളാവാം, നാളെ ആ കൈ വിടാതെ എന്താണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം. അപ്പോൾ അടുത്തൊരു ഇംഗ്ലീഷ് എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. റെസ്റ്റ് ഓൺ യുവർ ലോറൽസ് ആണ്. ഓക്കെ, ലെസ്റ്റ് ഓൺ യുവർ ലോറൽസ്. ലോറൽസ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ചെടിയൊക്കെ ഇല്ലേ, ഷ്രബ്സ് ഒക്കെ ഇല്ലേ, ഷ്രബ്സിന്റെ കൂട്ടത്തിനൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഈ പുള്ളി വിശ്രമിക്കുന്ന ഈ ഇലകൾ കാണുന്നില്ല, ഇതിനെയാണ് ലോറൽസ് എന്ന് പറയുക. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ അതിന് ഡിക്ഷണറിയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ലോറൽസ് എന്ന് വെച്ചാൽ LAURELS. സ്പെല്ലിംഗ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ലോറൽസിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗൂഗിളിൽ അർത്ഥം കൊടുത്തു. അത് തന്നെയാണ്. എനി ഓഫ് എ നമ്പർ ഓഫ് ഷ്രബ്സ് ആൻഡ് അതർ പ്ലാന്റ്സ് വിത്ത് ഡാർക്ക് ഗ്രീൻ ഗ്ലോസി ലീവ്സ് ആണ്. അത് അതിന് മുകളിലാണ് പുള്ളി വിശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? റെസ്റ്റ് ഓൺ യുവർ ലോറൽസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് അച്ചീവ്മെന്റിനെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതും PSC ആയിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. റെസ്റ്റ് ഓൺ യുവർ ലോറൽസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് അച്ചീവ്മെന്റിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ചില ആൾക്കാരുണ്ട് ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇപ്പം 300ാമത്തെ റാങ്ക് ആണെങ്കിൽ പുള്ളി എന്ത് ചെയ്യും, ഇനി മതി നിർത്തിപ്പോവും, അല്ലെങ്കിൽ ആ മടുത്തിട്ടൊക്കെ നിർത്തിപ്പോവും. അപ്പോൾ അതിന് ആ ഒരു റാങ്ക് കിട്ടിയതുകൊണ്ട് എന്ത് ചെയ്യും, ബാക്കി ഇനി വരുന്ന എക്സാമിനൊന്നും പഠിക്കില്ല. അതാണ് റെസ്റ്റ് ഓൺ യുവർ ലോറൽസ് എന്ന് പറയുക. അപ്പോൾ ഞാൻ പറയുമ്പോൾ നെവർ റെസ്റ്റ് ഓൺ യുവർ ലോറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെവർ റെസ്റ്റ് ഓൺ, നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് അച്ചീവ്മെന്റിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, റെസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അബദ്ധം വരും. PSC ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കിട്ടുന്നവരെ, ജോലി കിട്ടുന്നവരെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റെസ്റ്റ് ഓൺ യുവർ ലോറൽസിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ടു സ്റ്റോപ്പ് ട്രൈയിങ് ആണ്. ഓക്കെ, ടു സ്റ്റോപ്പ് ട്രൈയിങ് എന്തുകൊണ്ടാണ്? as hard because of your past achievement. ഓക്കെ, പാസ്റ്റ് അച്ചീവ്മെന്റിനെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുക, പാസ്റ്റ് അച്ചീവ്മെന്റിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ടു സ്റ്റോപ്പ് ട്രൈയിങ് ഹാർഡസ്. അപ്പോൾ ടു സ്റ്റോപ്പ് ട്രൈയിങ് അസ് ഹാർഡ് മീൻസ് ട്രൈ ചെയ്യുന്നത് നിർത്തുക. ടു സ്റ്റോപ്പ് ട്രൈയിങ് അസ് ഹാർഡ് ബിക്കോസ് ഓഫ് യുവർ പാസ്റ്റ് അച്ചീവ്മെന്റ്. മുൻകാലത്ത് നേടിയ ആ ഒരു അച്ചീവ്മെന്റിനെ കൊണ്ട് ചെയ്യുക, ഇപ്പം ട്രൈ ചെയ്യുന്നത് നിർത്തുന്ന പരിപാടിയാണെന്ന് പറയുന്നത് റെസ്റ്റ് ഓൺ യുവർ ലോറൽസ്. ഓക്കെ, ഇപ്പോൾ ഈ പഠിക്കുന്നവരോട് പറയാനുള്ളത് നെവർ ഓക്കെ, നെവർ റെസ്റ്റ് ഓൺ യുവർ ലോറൽസ്. ഓക്കെ, നെവർ റെസ്റ്റ് ഓൺ യുവർ ലോറൽസ് എന്താണ്, ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ പാസ്റ്റ് അച്ചീവ്മെന്റിനെ ഓർത്തുകൊണ്ട് വർക്ക് ചെയ്യാതിരിക്കരുത്. എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് മെമ്മോ, നിങ്ങൾ ആഗ്രഹിച്ച ജോലിയുടെ അഡ്വൈസ് മെമ്മോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് അന്ന് വരെ നെവർ റെസ്റ്റ് ഓൺ യുവർ ലോറൽസ്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഗിവ് ഇറ്റ് എ വേൾ ആണ്. വേൾ, ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ഗൂഗിൾ നോക്കുമ്പോൾ കാണുന്നത് WHIR വേൾ ആണ്. വേൾ. ഓക്കെ, വേൾ ഇത് ശരിയാണോ കറക്റ്റ് ആണോ എന്നറിയില്ല. ഗൂഗിൾ പറയുന്നത് വേൾഡ് ആണ്. ഗിവ് ഇറ്റ് എ വേൾഡ് ആണ്. ഗിവ് ഇറ്റ് എ വേൾഡ് എന്ന് വെച്ചാൽ ടു ട്രൈ സംതിങ്. അപ്പോൾ ഇതും PSC ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഓക്കെ, ടു ട്രൈ സംതിങ് ആണ്. ഓക്കെ, ടു ട്രൈ സംതിങ് എന്തിനെങ്കിലും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് എന്ത്, ടു ഗിവ് ഇറ്റ് എ വേൾഡ് എന്ന്. ഗിവ് ഇറ്റ് എ വേൾഡ് എന്ന് വെച്ചാൽ എന്താണ്, ടു ട്രൈ സംതിങ് ആണ്. ഗിവ് ഇറ്റ് എ വേൾഡ് എന്ന് വെച്ചാൽ ടു ട്രൈ സംതിങ്. ഓക്കെ, ഒരു സെന്റൻസ് എഴുതുമ്പോൾ I am willing to give it a word even though I have never done it. ഓക്കെ, ഞാനത് മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടത്, ഞാനത് ഐ എം വില്ലിംഗ് ടു ഗിവ് ഇറ്റ് എ വേൾഡ്. ഓക്കെ, ഞാനത് ചെയ്യാൻ, ടു ട്രൈ സംതിങ്, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈവൻ ദോ ഐ ഹാവ് നെവർ ഡൺ ഇറ്റ്, ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഐ ആം വില്ലിംഗ് ടു ഗിവ് ഇറ്റ് എ വേൾഡ്. ഓക്കെ, ഗിവ് ഇറ്റ് എ വേൾഡ് എന്ന് വെച്ചാൽ ടു ട്രൈ സംതിങ് എന്നാണ് പറയുന്നത്. എന്താ പറയുക, ടു ട്രൈ സംതിങ്. ഓക്കെ, ടു ട്രൈ സംതിങ്. സോ ഓൾവേസ് ഗിവ് ഇറ്റ് എ വേൾഡ്, നെവർ റെസ്റ്റ് ഓൺ യുവർ ലോറൽസ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഓൾവേസ് ഗിവ് ഇറ്റ് എ വേൾഡ്. ഓക്കെ, ഓൾവേസ് ഗിവ് ഇറ്റ് എ വേൾഡ്, നെവർ റെസ്റ്റ് ഓൺ യുവർ ലോറൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. അറ്റ് ഫേസ് വാല്യൂ എന്താണ്? അറ്റ് ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ അറ്റ് സംതിങ്. ഓക്കെ, അറ്റ് സംതിങ് സീംസ് ഓർ അസ് വൺ ക്ലെയിംസ് ഇറ്റ് ടു ബി. അതായത് ഒരാൾ പറയുന്നതിനെ, ഒരാളിപ്പോൾ ഒരാൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ പൂർണ്ണമായും അന്ധമായിട്ടും വിശ്വസിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, അറ്റ് ഫേസ് വാല്യൂ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരോടും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് അധികം ആലോചിക്കാതെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കേസിനാണ് നമ്മൾ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, അറ്റ് ഫേസ് വാല്യൂ എന്ന് പറയുക. ഓക്കെ, അറ്റ് സംതിങ് സീംസ് ഓർ അസ് വൺ ക്ലെയിം ഇറ്റ് ടു ബി. അത് അങ്ങനെയാണെന്ന് ഒരാൾ ക്ലെയിം ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നതിനാണ് എന്താ പറയുക, അറ്റ് ഫേസ് വാല്യൂ എന്ന് പറയുക. ഓക്കെ, അതായത് if you take something as face value, you accept it and believe it without thinking about it very much. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ അത് വിശ്വസിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, അറ്റ് ഫേസ് വാല്യൂ എന്ന് പറയുക. ഓക്കെ, അതാണ് അറ്റ് ഫേസ് വാല്യൂ.
അപ്പോൾ അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ഇത് ഡ്രോ ദ ലൈൻ. ഓക്കെ, ഡ്രോ ദ ലൈൻ. ഡ്രോ ദ ലൈൻ നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഡ്രോ ദ ലൈൻ എന്ന് പറയുന്നത്, ഡ്രോ ദ ലൈൻ എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് സംതിങ്, ടു സ്റ്റോപ്പ് സംതിങ്, ടു സ്റ്റോപ്പ് സംതിങ്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നിർത്തുന്നതിനാണെന്ന് പറയാം ഡ്രോ ദ ലൈൻ. നമ്മൾ പറയില്ലേ എന്താണ്, ഞാൻ ഐ എം ഗോയിങ് ടു ഡ്രോ ദ ലൈൻ ഹിയർ. ഓക്കെ, ഐ എം ഗോയിങ് ടു, ഈ വര വരയ്ക്കുന്നതിനല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, വര വരയ്ക്കുന്നതല്ല, അതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആയിട്ട് പറയുകയാണ്. ഞാൻ ഇപ്പോൾ ഒരാളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒരാൾ എനിക്കൊരു ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് സാലറി തരുന്നില്ലെങ്കിൽ ഞാൻ പറയും ഐ എം ഗോയിങ് ടു ഡ്രോ ദ ലൈൻ, ഐ എം ഗോയിങ് ടു ഡ്രോ ദ ലൈൻ here, or I am not going to do more any work until you pay my salary. ഓക്കെ, നിങ്ങൾ എൻ്റെ സാലറി തരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഐ എം ഗോയിങ് ടു ഡ്രോ ദ ലൈൻ ഹിയർ, ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. ഓക്കെ, നമ്മളിങ്ങനെ എന്തെങ്കിലും വരച്ച അല്ലെങ്കിൽ രണ്ട് വരച്ച് കുത്തിടില്ലേ, അതിനൊക്കെ ഡ്രോ ദ ലൈൻ എന്ന് വെച്ചാൽ ഇത് ഒരാൾ പെൻസിലൊക്കെ വരച്ചത് ഇവിടെ വരച്ച് നിർത്തുന്നുണ്ട്. ഇനി മിക്കവാറും ബുക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇനി പുള്ളിയൊന്നും നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആവരുത്. നെവർ ഡ്രോ ദ ലൈൻ. ഓക്കെ, നെവർ ഡ്രോ ദ ലൈൻ. നിങ്ങളുടെ PSC ആയി ബന്ധപ്പെട്ട് നെവർ ഡ്രോ ദ ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ടു സ്റ്റോപ്പ് സംതിങ്, അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ടു ഡിസൈഡ് ഓൺ എ സ്റ്റോപ്പിംഗ് പാസ്റ്റ്. ഓക്കെ, വിച്ച് യു വിൽ നോട്ട് സംതിങ് ലെറ്റിംഗ് ടു കണ്ടിന്യൂ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുന്നില്ല, ആ കാര്യത്തിനാണ് നമ്മൾ പറയുന്നത് ഡ്രോ ദ ലൈൻ എന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം എന്താണ് ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബോൾഡ്. ഓക്കെ, ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബോൾഡ് എന്ന് വെച്ചാൽ ഈ പുള്ളി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി എത്താനുള്ള ധൈര്യമുണ്ട്, അതാണ് പുള്ളി ചാടി വരുന്നത് കണ്ടോ, എത്തും തോന്നുന്നു മിക്കവാറും. അതാണ് ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബോൾഡ്. നമുക്കറിയാം മലയാളത്തിൽ നമുക്ക് എന്താണ്, ധൈര്യശാലിയാണ് ഭാഗ്യം തുണയ്ക്കുന്നത്. ഓക്കെ, അതാണ് പറയുക, ധൈര്യശാലിയെ ഭാഗ്യം തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മളൊരു ചാൻസ് എടുക്കണം. എപ്പോഴും ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചാൻസ് എടുക്കണം. എപ്പോഴും ഏത് പരീക്ഷയാണെങ്കിൽ ഇതെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ വരുമ്പോൾ അതെനിക്ക് പറ്റില്ല, ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് ചിരിക്കരുത്. ഓക്കെ, അതിനുവേണ്ടി പഠിക്കുക, അപ്ലൈ ചെയ്യുക, പഠിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ എഴുതുക. നിങ്ങൾക്കത് മീൻസ് നിങ്ങൾക്ക് ആ എക്സാം കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഇനി വരുന്ന ഏതെങ്കിലും എക്സാമിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സോ ഫോർച്യൂൺ ഫേവേഴ്സ് ബോർഡ്. ഒരിക്കലും പറ്റില്ല എന്ന് വെച്ചാൽ മാറി നിൽക്കരുത്. ഇപ്പം തന്നെ എന്താണ് PSC LDC ഒക്കെ പഠിച്ച് ഒന്ന് ചിലപ്പോൾ 1-2 മാസം ഗ്യാപ്പൊക്കെ വന്നവരെ എല്ലാം നിർത്തി കാണും. അപ്പോൾ അങ്ങനെ നിർത്തരുത്. എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുക, ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. ഇനിയും എക്സാമുകൾ മീൻസ് ഒരുപാട് വരാനുണ്ട്. ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബോൾഡ് എന്ന് വെച്ചാൽ ധൈര്യശാലി, ടേക്കിംഗ് എ റിസ്ക് ക്യാൻ പേ ഓഫ്. ഓക്കെ, ടേക്കിംഗ് എ റിസ്ക് ക്യാൻ പേ ഓഫ്, അങ്ങനെ പറയുന്നത്. ഓക്കെ, ടേക്കിംഗ് എ റിസ്ക് ക്യാൻ പേ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരാൾക്കായിരിക്കും, ഇപ്പോൾ ഇതെങ്കിലും ഈ ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ 2 മാസം മുമ്പൊക്കെ പഠിക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ആ ഒരു മീൻസ് എഴുതുന്ന 100 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആൻസർ നല്ല രീതിയിൽ എടുക്കാൻ പോകും. സോ ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ധൈര്യശാലിയെ ഭാഗ്യം തുണയ്ക്കും എന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ, ക്രൈ വോൾഫ് എന്ന് വെച്ചാൽ ക്രൈ വോൾഫ്. അപ്പോൾ നമുക്ക് ക്രൈ വോൾഫ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നിനു വേണ്ടി കരയുക. ഒരു എന്താണ്, ടു ആസ്ക് ഫോർ എ ഹെൽപ്പ്, ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ഓക്കെ, ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. ബൈ ലൈങ് അബൌട്ട് ദാറ്റ് സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ കുറിച്ച്, ബൈ ലൈങ് അബൌട്ട് ദാറ്റ് സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ കുറിച്ച് കള്ളം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അതായത് പറയാം, ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മളൊക്കെ എല്ലാവരും ആ ഒരു ഫ്രണ്ട് ഉണ്ടാവില്ല, നിങ്ങൾ ആ ഫ്രണ്ടിനെ ഇവിടെ മെൻഷൻ ചെയ്താൽ താഴെ പറയുന്നത്, താഴെ കമന്റ് ബോക്സിൽ ആ ഫ്രണ്ടിനെ മെൻഷൻ ചെയ്താൽ ഇതാണ് ക്രൈ വോൾഫിന്ന്. മീൻസ് ഇവിടെ വിളിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവില്ല എന്തായാലും എല്ലാവർക്കും. അപ്പോൾ ആ ഫ്രണ്ട് നിങ്ങൾ താഴെ മെൻഷൻ ചെയ്താൽ മതി. അതായത് ടു ക്രൈ ഫോർ ഹെൽപ്പ്, ഒരു സഹായത്തിന് വേണ്ടി കരയും. ഓക്കെ, ടു ക്രൈ ഫോർ ഹെൽപ്പ്. ഞാൻ പെട്ടെന്ന് വിളിച്ചിടാ, ഞാൻ ഇവിടെ ഇന്ന സിറ്റുവേഷനിലാണ്, എനിക്ക് പൈസ വേണം, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലാണ്, പൈസ വേണം എന്നൊക്കെ. ടു ക്രൈ ഫോർ ഹെൽപ്പ് ബൈ ലൈയിങ് അബൌട്ട് ദ സിറ്റുവേഷൻ. ഓക്കെ, ആ സിറ്റുവേഷനിൽ കള്ളം പറഞ്ഞുകൊണ്ട് ഹെൽപ്പിന് വേണ്ടി ചോദിക്കുന്ന ഒരാളെ നമ്മൾ എന്ത് വിളിക്കും, ക്രൈ വോൾഫ് എന്ന്. ഓക്കെ, ക്രൈ വോൾഫ്. ഓക്കെ, പുള്ളി എന്താണ്, അതാണ് ഈ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ പേരെന്ന് വെച്ചാൽ ടു ക്രൈ ഫോർ ഹെൽപ്പ് ബൈ ലൈയിങ് അബൌട്ട് ദ സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനെ കുറിച്ച്, ആ സിറ്റുവേഷനിൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഒരാളുടെ സഹായം ചോദിക്കുന്നതാണ് നമ്മൾ പറയുക ടു ക്രൈ വോൾഫ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് പ്ലേ ഡെവിൽസ് അഡ്വക്കേറ്റ്. ഓക്കെ, പ്ലേ ഡെവിൽസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നിങ്ങൾ ഒരു ആർഗ്യുമെന്റിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സത്യം ഉണ്ടാവും. പക്ഷേ സത്യം ഉണ്ടെങ്കിൽ കൂടി നിങ്ങളും എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ മറ്റേ വശവും കൂടി അവിടെ അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ പറയുക പ്ലേ ഡെവിൽസ് അഡ്വക്കേറ്റ്. അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിന്റെ 2 വശങ്ങളും അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, പ്ലേ ഡെവിൽസ് അഡ്വക്കേറ്റ് എന്ന് പറയാം. ഓക്കെ, അതായത് തെറ്റും, ഒരു കാര്യത്തിന്റെ തന്നെ തെറ്റും ശരിയും നിങ്ങൾ തന്നെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയും, പ്ലേ ഡെവിൽസ് അഡ്വക്കേറ്റ് എന്ന് പറയും. ഒരു ആർഗ്യുമെന്റിന്റെ 2 വശങ്ങളും എന്താണ് നിങ്ങൾ തന്നെ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ആ കാര്യം തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിലും ആ ആർഗ്യുമെന്റും കൂടി അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, പ്ലേ ഡെവിൽസ് അഡ്വക്കേറ്റ് എന്ന് പറയുക. ഓക്കെ, ടു പ്രസന്റ് ദ അതർ സൈഡ് ഓർ ബോത്ത് സൈഡ് ഓഫ് ദ ആർഗ്യുമെന്റ്. ഓക്കെ, ടു പ്രസന്റ് ദ അതർ സൈഡ്. ഓക്കെ, ടു പ്രസന്റ് ദ അതർ സൈഡ് ഓർ ബോത്ത് സൈഡ് ഓഫ് ആൻ ആർഗ്യുമെന്റ്. ഓക്കെ, ഇതാണെന്ന് പറയുന്നത്
പ്ലേ ഡെവിൾസ് അഡ്വക്കേറ്റ്. ഓക്കെ, ടു പ്രസന്റ് ദ അതർ സൈഡ് ഓർ ബോത്ത് സൈഡ് ഓഫ് എൻ ആർഗ്യുമെന്റ് ആണെന്ന് പറയുന്നത് പ്ലേ ഡെവിൾസ് അഡ്വക്കേറ്റ്. രണ്ട് സൈഡും അവതരിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യത്തെ പോലും കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതിനാണെന്ന് പറയാം ടു പ്ലേ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് എന്താണ്? 24/7. ഈ ഒരു ഇംഗ്ലീഷ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ പണ്ട് ഏതോ ഒരു പേപ്പറിൽ PSC തന്നെ ചോദിച്ച ക്വസ്റ്റൻ ആണ് 24/7 എന്ന് മാത്രം. ഇതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം ഓൾ ദ ടൈം എന്നാണ്. ഓക്കെ, ഓൾ ദ ടൈം ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഓൾ ദ ടൈം ഉണ്ടായത്. ഇപ്പം വേറെ ഗൂഗിളിൽ നോക്കിയാൽ വേറെ കണ്ടത് ഓൾവേസും കൂടി. ഇത് രണ്ടും സെയിം ആണ്. ഓൾ ദ ടൈം അല്ലെങ്കിൽ ഓൾവേസ്. 24/7 എന്നൊക്കെ നമ്മൾ കാണാറില്ലേ? 24 മണിക്കൂറും 24/7 എന്നൊക്കെ കാണാറില്ലേ? അപ്പോൾ 24 മണിക്കൂറും 7 ദിവസം 24 മണിക്കൂർ എല്ലാ സമയം എന്നാണ് പറയുക. ഓൾ ദ ടൈം അല്ലെങ്കിൽ ഓൾവേസ് എന്നാണ് പറയുക. ഓക്കെ, പുട്ട് സംതിങ് ഓൺ ഐസ് എന്ന് പറയുന്നതാണ്. പുട്ട് സംതിങ് ഓൺ ഐസ്. ഓക്കെ, നമുക്കിത് മലയാളികൾക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായും ചെയ്യും. നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് അതിൽ ഐസ് ഇടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? കൃത്യമായിട്ട് വന്നിട്ട് അവിടെ ഊട്ടി പോകാൻ, ഊട്ടി ഭയങ്കര തണുപ്പാണ് എന്ന് പറയുന്നത്, വയനാട് പോകാം, വയനാട് ഫുൾ കാടാണ്, അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടല്ല നമ്മളവിടെ പോകുന്നത്. പക്ഷേ അതൊക്കെ പറഞ്ഞതിനാണെന്ന് പറയാം പുട്ട് സംതിങ് ഓൺ ഐസ്. ഓക്കെ, ടു സ്റ്റോപ്പ് പ്രോഗ്രസ് ഓൺ സംതിങ്. അതൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിനെ നിർത്തി വെക്കുക, അല്ലെങ്കിൽ പുട്ട് ഇറ്റ് ഓൺ ഹോൾഡ് എന്ന് പറയും. പുട്ട് ഇറ്റ് ഓൺ ഹോൾഡ്, തണുപ്പിൽ വെക്കുക അല്ലെങ്കിൽ തണുപ്പിച്ച് വെക്കുക എന്നൊക്കെ പറയില്ലേ? പുട്ട് സംതിങ് ഓൺ ഐസ്. പുട്ട് സംതിങ് ഓൺ ഐസ് എന്ന് വെച്ചാൽ എന്താണ്? ടു സ്റ്റോപ്പ് പ്രോഗ്രസ് ഓൺ സംതിങ്. പുട്ട് ഇറ്റ് ഓൺ ഹോൾഡ്. ഇത് പുള്ളി എന്തോ ഒരു ആപ്പിൾ അങ്ങനെ വിളിച്ച് ഐസിലിടാൻ പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. എന്നാലും ഈ കാര്യം നിങ്ങൾ വേറെ ആലോചിക്കണം, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പുട്ട് സംതിങ് ഓൺ ഐസ് എന്ന് വെച്ചാൽ എന്താണ്? ഐസിലിടുക. അപ്പോൾ നിങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പുട്ട് സംതിങ് ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഐസ് ഇടും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എന്താണ് അവൻ വന്ന് ഐസ് ഇട്ടു എന്നൊക്കെ പറയും. ഐസ് ഇട്ടു എന്ന് വെച്ചാൽ ഇതെല്ലാം തണുപ്പിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് പുട്ട് സംതിങ് ഓൺ ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എ ക്ലാസ് ആക്ട്. എന്ന് പറയുമ്പോൾ അതും അതിന്റെ വേർഡ് തന്നെ മനസ്സിലാവുന്നുണ്ട്. പുള്ളി കാരണം എന്താ പറയുക, എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്. എ ക്ലാസ് ആക്ടിന് ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആക്ടിനാണ് നമ്മൾ എന്താ പറയുന്നത് ഏബിൾ ടു മാൻ ഹു ഇസ് ഏബിൾ ടു പെർഫോം എ സ്റ്റാൻഡേർഡ് ആക്ട് ആണെന്ന് പറയാം എ ക്ലാസ് ആക്ട് എന്ന് പറയാം. ഓക്കെ, ഓഫ് ഗ്രേറ്റ് എ ക്ലാസ് ആക്ട് എന്ന് വെച്ചാൽ ഓഫ് ഗ്രേറ്റ് ക്യാരക്ടർ ഏബിൾ ടു പെർഫോം ഓഫ് ഹൈ സ്റ്റാൻഡേർഡിൽ പെർഫോമൻസിനാണ് നമ്മൾ പറയാം എ ക്ലാസ്. ഹൈ സ്റ്റാൻഡേർഡ് പെർഫോമൻസിനാണ് നമ്മൾ എന്താ പറയുക എ ക്ലാസ് ആക്ട് എന്ന് പറയാം. എ ക്ലാസ് ആക്ട്. ഓക്കെ, അടുത്തെന്താണ്? അടുത്ത് നോക്കിയാൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പലർക്കും തെറ്റി. ഇപ്പം നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിയാൽ ബൈറ്റിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന്. ബൈറ്റ്, വി ബിലീവ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ബൈറ്റിന് ആൻസർ? ബൈറ്റിന് ആൻസർ എന്ന് വെച്ചാൽ വി ബിലീവ് തന്നെയാണ്. ഓക്കെ, ബി ബിലീവ് ഇത് തന്നെയാണ് എന്ത് ബൈറ്റിന് ആൻസർ. ഓക്കെ, നമ്മൾ പറയുന്നത് എന്താണ്? ദാറ്റ് ഗൈ ടോൾഡ് മീ ഹീസ് റിലേറ്റഡ് ടു ദ അല്ലെങ്കിൽ ഹീസ് എ റിലേറ്റീവ് ഓഫ് ദ പ്രസിഡന്റ് ബട്ട് ഐ ഡോണ്ട് ബൈ ഇറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഐ ഡോണ്ട് ബൈ ഇറ്റ്. ബൈറ്റിന്റെ അർത്ഥം എന്താണ്? വി ബിലീവ്, ഞങ്ങളത് വിശ്വസിക്കുന്നു എന്നാണ് ബൈറ്റിന്റെ അർത്ഥം. പക്ഷേ എന്താണ്? ഐ ഡോണ്ട് ബൈറ്റ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയാണത് ഹീസ് ദ റിലേറ്റീവ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്. മൈ ഫ്രണ്ട് സെഡ് ടു മീ ദാറ്റ് ഹീസ് ദ റിലേറ്റീവ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ് ബട്ട് ഐ ഡോണ്ട് ബൈറ്റ്. എന്ന് വെച്ചാൽ ഞാനത് വിശ്വസിച്ചിട്ടില്ല. ഐ ഡോണ്ട് ബൈറ്റ്. സോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ വി ബിലീവ് ആണ്. ബൈറ്റ് എന്ന് വെച്ചാൽ വി ബിലീവ്, നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഐ ഡോണ്ട് ബൈറ്റ് എന്ന് വെച്ചാൽ ഞാനത് വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥത്തിൽ. ഓക്കെ, അപ്പം ബൈറ്റ് എന്ന് പറഞ്ഞാൽ വി ബിലീവ് ആണ്. ഓക്കെ, ബൈറ്റ് എന്ന് വെച്ചാൽ അർത്ഥം ബൈറ്റ്, എൻ്റെ അർത്ഥം വി ബിലീവ് ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചാൽ പഠിച്ചിട്ടില്ലാത്തവർക്ക് ചിലപ്പോൾ ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ബൈറ്റ് എന്ന് പറയുന്നത് വി ബിലീവ് ആണ്. വി ബിലീവ്. അപ്പോൾ അടുത്തൊരു ബോഡി ഇഡിയംസ് പലപ്പോഴും എന്തുണ്ട് നമുക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് അതുപോലെ ഡൗട്ട് അടിക്കാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് ചോദിച്ചത് സ്വീറ്റ് ടൂത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എ ലവ് ഓഫ് ഷുഗർ അല്ലെങ്കിൽ സ്വീറ്റ് തിങ്സ്. മധുരമുള്ള സാധനത്തിനെ ഇഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക സ്വീറ്റ് ടൂത്ത് എന്ന് പറയുക. സ്വീറ്റ് ടൂത്ത് എന്ന് വെച്ചാൽ എ ലവ് ഓഫ് ഷുഗർ ഓർ സ്വീറ്റ് തിങ്സ്. മധുരമുള്ള സാധനത്തിന് ഇഷ്ടമുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക സ്വീറ്റ് ടൂത്ത് എന്ന് പറയുക. ഇത് ചോദിച്ചിട്ടുണ്ട്, അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ടു ബ്രേക്ക് യുവർ ബാക്ക് എന്താണ്? ടു വർക്ക് എക്സ്ട്രീംലി ഹാർഡ്. ഓക്കെ, നമുക്കിപ്പം പലരുടെയും എന്തായാലും ബാക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ടു ബ്രേക്ക് യുവർ ബാക്ക് എന്ന് വെച്ചാൽ ടു വർക്ക് എക്സ്ട്രീംലി ഹാർഡ്. ടു ബ്രേക്ക് യുവർ ബാക്ക്, ടു വർക്ക് എക്സ്ട്രീംലി ഹാർഡ്. നല്ല രീതിയിൽ ആത്മാർത്ഥമായി കഠിനമായിട്ട് പണിയെടുക്കുന്നതിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനാണെന്ന് പറയാം ടു ബ്രേക്ക് യുവർ ബാക്ക്. ഇപ്പോൾ ഈ LDC എക്സാംസിന് വേണ്ടിയിട്ട് പലരുടെയും ബാക്ക് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ പേടിക്കേണ്ട, നിങ്ങൾക്ക് അതിനൊക്കെ ഒരു പ്രതിഫലം ഉണ്ടാവും. ഓക്കെ, ടു സ്ക്രാച്ച് സംവൺസ് ബാക്ക്. ഓക്കെ, ടു ഓഫർ ടു ഹെൽപ്പ് സംവൺ ഇഫ് ദേ ഹെൽപ്പ് യു. അപ്പോൾ ടു സ്ക്രാച്ച് സംവൺസ് ബാക്ക്, മറ്റുള്ള ഒരു പുറത്ത് മീൻസ് വേറൊരാളുടെ പുറം ചൊറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓഫർ ടു ഹെൽപ്പ് സംവൺ ഇഫ് ദേ ഹെൽപ്പ് യു. അവൻ എന്നെ സഹായിച്ചാൽ ഞാൻ ഹെൽപ്പ് ഓഫർ ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം വെക്കുന്നതാണെന്ന് പറയുന്നത് ടു സ്ക്രാച്ച് സംവൺസ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ടു ബി ഓൾ ബ്രൗൺ ആൻഡ് നോ ബ്രെയിൻ. ഓക്കെ, പക്ഷേ ടു ബി ഓൾ ബ്രോൺ ആൻഡ് നോ ബ്രെയിൻ നമ്മൾ പല കൂട്ടുകാരെ കുറിച്ചും പറയുന്നതാണ് അല്ലേ, നമ്മുടെ തന്നെ പല ചങ്കുകളെ കുറിച്ചും പറയുന്നതാണ്. ടു ബി ഓൾ ബ്രോൺ ആണ് പക്ഷേ നോ ബ്രെയിൻ ആണ്. ഓക്കെ, ടു ബി ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കും, ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിരിക്കും, പക്ഷേ എന്താണ് ബട്ട് നോട്ട് വെരി ഇന്റലിജന്റ്. എന്താണ് ഇന്റലിജന്റ് അല്ല പക്ഷേ ടു ബി ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കും ബട്ട് നോട്ട് ഇന്റലിജന്റ് ആണെന്ന് പറയുന്നത് ടു ബി ഓൾ ബ്രോൺ ആൻഡ് നോ ബ്രെയിൻ എന്ന് പറയുന്നത്. അടുത്തത്
സ്റ്റിക്ക് യുവർ നെക്ക് ഔട്ട് ആണ്. സ്റ്റിക്ക് യുവർ നെക്ക് ഔട്ട് എന്ന് വെച്ചാൽ ടു ഹെൽപ്പ് സംവൺ എ ലോട്ട് വിത്ത് പോസിബിൾ ബാഡ് കോൺസിക്വൻസ് ഫോർ വൺ സെൽഫ്. അതായത് നിങ്ങൾക്കറിയാം, അപ്പോൾ ഇത് ഒരു മീനിങ് ആണ് ഇതിൻ്റെ പറഞ്ഞത്. ശരിക്കും ഇതിൻ്റെ അർത്ഥം വരുന്നത് എന്താണ്, നിങ്ങൾക്കറിയാം ചെയ്താൽ പണി കിട്ടും നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾക്കറിയാം, പക്ഷേ എങ്കിലും നിങ്ങളത് ചെയ്യാൻ പുറപ്പെടുന്നതിനാണെന്ന് പറയാം സ്റ്റിക്ക് യുവർ നെക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ തെറ്റാണെന്നല്ല, ചിലപ്പോൾ അത് ബാഡ് കോൺസിക്വൻസ് അല്ലെങ്കിൽ അത് ബാഡ് അഭിപ്രായങ്ങൾ വരും നിങ്ങൾക്കറിയാം, പക്ഷേ അത് എങ്കിലും നിങ്ങളത് ചെയ്യുന്നതിനാണ് നിങ്ങൾ സ്റ്റിക്ക് യുവർ നെക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബോഡി ഇഡിയംസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് ബ്ലൂ ഇൻ ദ ഫേസ് ആണ്. ഓക്കെ, ബ്ലൂ ഇൻ ദ ഫേസ് എന്ന് വെച്ചാൽ വീക്കെൻഡ് ഓർ ടയേർഡ് ആഫ്റ്റർ ട്രൈങ് മെനി ടൈംസ്. ഓക്കെ, ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് ക്ഷീണിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്. അപ്പോൾ ബ്ലൂ ഇൻ ദ ഫേസ് എന്ന് വെച്ചാൽ വീക്കെൻഡ് ഓർ ടയേർഡ് ആഫ്റ്റർ ട്രൈങ് മെനി ടൈംസ്. ഓക്കെ, അതൊരു എക്സ്പ്രഷൻ ആയിട്ട് പറയുന്നതാണ്. എന്താണ് ബ്ലൂ ഇൻ ദ ഫേസ്, നമ്മൾക്ക് മുഖം എന്താണ് നീല കളറായി എന്നൊക്കെ പറയുന്നത് മീൻസ് വീക്കെൻഡ് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടാത്തത് അല്ലെങ്കിൽ തളർന്നതിനാണ് നമ്മൾ എന്താ പറയുക വീക്കെൻഡ് ഓർ ടയേർഡ് ആഫ്റ്റർ ട്രൈങ് മെനി ടൈംസ് എന്ന് പറയും. ഓക്കെ, അത് ഹേർട്ട് ഇൻ യുവർ മൗത്ത് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഫ്രൈറ്റൻഡ് ഓർ ആങ്ഷ്യസിനാണ് നമ്മൾ എന്താ പറയുക ഹേർട്ട് ഇൻ യുവർ മൗത്ത്. ഇതൊക്കെ പുതുതായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഹേർട്ട് ഇൻ യുവർ മൗത്ത്. ഓക്കെ, ഹേർട്ട് ഇൻ യുവർ മൗത്ത് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഫ്രൈറ്റൻഡ് ഓർ ആങ്ഷ്യസ് ആണ്. ഓക്കെ, ഹേർട്ട് ഇൻ മൗത്ത് എന്ന് വെച്ചാൽ എന്താണ് എക്സ്ട്രീംലി ഫ്രൈറ്റൻ, ഒന്നെങ്കിൽ നല്ല രീതിയിൽ പേടിച്ചിരിക്കുക അല്ലെങ്കിൽ ആങ്ഷ്യസ്. ഇവിടെ ഒരു ചിഹ്നം കാണുന്നില്ലേ, അപ്പോൾ ഇതിനാണ് എന്താ പറയുക എക്സ്ട്രീംലി ഫ്രൈറ്റൻഡ് ഓർ ആങ്ഷ്യസ് എന്ന് പറയുന്നത് ഹേർട്ട് ഇൻ യുവർ മൗത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഹോൾഡ് യുവർ ഹോഴ്സസ്. ഹോൾഡ് യുവർ ഹോഴ്സസ് എന്ന് വെച്ചാൽ പ്ലീസ് വെയിറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മളെന്ന് പറയുക ഹോൾഡ് യുവർ ഹോഴ്സസ്. ഓക്കെ, അതേ ഒരാൾ ഹോഴ്സൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടല്ലേ, വെയിറ്റ് ചെയ്യാൻ മൊമെന്റ് വെയിറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ എന്താണ് നിങ്ങൾ റിസൾട്ട് വരുന്നതിന് മുമ്പേ ആഘോഷിക്കരുത്, യു മസ്റ്റ് ഹോൾഡ് യുവർ ഹോഴ്സസ്. ഓക്കെ, അല്ലെങ്കിൽ ഡോണ്ട് ബി സോ ആങ്ഷൈറ്റി, യു മസ്റ്റ് ഹോൾഡ് യുവർ ഹോഴ്സസ് എന്നൊക്കെ പറയും. എന്താണ് വെയിറ്റ് ചെയ്യുക മീൻസ് വെയിറ്റ് ചെയ്യാൻ മൊമെന്റ് ആണ് ഹോൾഡ് യുവർ ഹോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, കിക്ക് ദ ബക്കറ്റിന്റെ ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണിത്. കിക്ക് ദ ബക്കറ്റ് ടു ഡൈ എന്ന് പറയുന്നത്. ഓക്കെ, ടു ഡൈ എന്നാണ് അതിൻ്റെ അർത്ഥം, ടു മരിക്കുക. കിക്ക് ദ ബക്കറ്റ് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ വരുന്നത് മരിക്കുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ ബേക്കിൽ ഈ കിക്ക് ദ ബക്കറ്റിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. പണ്ടത്തെ കാലത്ത് ഈ ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബക്കറ്റില്ലേ, ഇങ്ങനെയുള്ള ബക്കറ്റല്ല, പക്ഷേ എൻ്റെ വീട്ടിൽ ബക്കറ്റ് ഇങ്ങനെ നിങ്ങൾ കരുതിക്കോ. അപ്പോൾ ബക്കറ്റിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടെ കയറി ഇങ്ങനെ കെട്ടിയിരിക്കുന്ന താഴെ കണ്ടോ, ഇവിടെ ഇങ്ങനെ കെട്ടും. അപ്പോൾ കെട്ടിയ ശേഷം എന്ത് ചെയ്യും, ഈ ബക്കറ്റ് ഈ കാലത്ത് ഒഴിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ മരിക്കും. ആത്മഹത്യ മീൻസ് തൂങ്ങി മരിക്കും. അപ്പോൾ അതിനാണ് എന്താ പറയുക കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് കാലത്തല്ല, ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ ബക്കറ്റിനെ മുകളിൽ കയറി ഇരിക്കാറില്ല. പക്ഷേ നമ്മൾ ഗൂഗിൾ നോക്കുമ്പോൾ കാണുന്ന കഥ എന്ന് പറയുന്നത് ഇതാണ്. കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ ടു ഡൈ ആണ്. ഇപ്പോൾ ഈ കാണുന്ന മീൻസ് ഈ അമ്മൂമ്മ ഈ ബക്കറ്റ് കിക്ക് ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഈ ബക്കറ്റിനെ മുകളിൽ കയറി ഇന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറൊക്കെ നിലത്ത് പിടിച്ച് ആ ബക്കറ്റ് തട്ടിക്കളഞ്ഞ് മരിക്കുന്നതിനാണ് എന്താ പറയുന്നത് കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത്. കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ അർത്ഥം ടു ഡൈ ആണ്. ഓക്കെ, കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ അർത്ഥം ടു ഡൈ ആണ്, ടു ഡൈ. ഓക്കെ, ഹോൾഡ് യുവർ ഹോഴ്സസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് എന്ത് വെയിറ്റ് ചെയ്യാൻ മൊമെന്റ്. ഓക്കെ, നിൽക്കൂ, ഒരു നിമിഷം തയ്യാറായി നിൽക്കാനാണ് വെയിറ്റ് ചെയ്യാൻ മൊമെന്റ്. കിക്ക് ദ ബക്കറ്റ് ടു ഡൈ നമ്മളത് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ആ സ്കൂളസ് കുക്കുംബർ എന്ന് വെച്ചാൽ എന്താണ്, ആ സ്കൂളസ് കുക്കുംബർ നിങ്ങൾക്ക് അറിയാം അല്ലേ, വെരി കാം ആൻഡ് കമ്പോസ് ആൻഡ് അൺട്രബിൾഡ് ബൈ സ്ട്രെസ്സസ്. യാതൊന്നും വന്നാലും എന്ത് വന്നാലും ഏക്കാത്ത ഒരു മനുഷ്യൻ. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും അവർക്കൊരു പ്രശ്നമില്ല, അവരെന്തായിരിക്കും ആ സ്കൂളസ് കുക്കുംബറൊക്കെ അങ്ങനെയുള്ളവർ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. വലിയ കുഴപ്പമുണ്ടാവില്ല, മുടിയൊക്കെ എങ്ങനെയായാലും ഇങ്ങനെ ഇട്ട് നല്ല കണ്ണടയൊക്കെ വെച്ച് എന്ത് വന്നാലും റെസ്റ്റ് വെരി കാം ആൻഡ് കമ്പോസ്ഡ് ആണ്. നിങ്ങൾ എക്സാമിൻ്റെ സമയത്തും എന്ത് ചെയ്യണം, യു മസ്റ്റ് ആക്ട് ആസ് എന്താണ് ആ സ്കൂളസ് കുക്കുംബർ. എന്തായിരിക്കണം, കുളസ് കുക്കുംബർ പോലെ തന്നെ ആയിരിക്കണം. ഓക്കെ, അടുത്തൊരു കേസ് എന്ന് പറയുന്നത് എന്താണ്